അസ്സലാമുഅലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഡേ മൈ ലൈഫ് എന്ന് പറയാം. പക്ഷേ മൊത്തത്തിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇടുന്നില്ല. പക്ഷേങ്കിൽ ഇതിൽ മെയിനായിട്ട് ഞാൻ എന്താ പറയുക ഫോക്കസ് ചെയ്യുന്നത് നമ്മളെ ഫോട്ടോഷൂട്ടാണ് കേട്ടോ. ഇന്ന് നമ്മളെ ഫോട്ടോഷൂട്ടാണ്. നമ്മളെ ആദ്യത്തെ ജീവിതത്തിൽ തന്നെ ആദ്യത്തെ ഫോട്ടോഷൂട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഉസ്മാൻ ഇതാ ഉറങ്ങുകയാണ് കേട്ടോ. ഇന്ന് ദിവസം വന്നിട്ട് ചൊവ്വാഴ്ചയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ പരിപാടിയാണ് ഞാൻ ഇന്ന് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്ന് ഉസ്മാൻ ലീവായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഉസ്മാൻ ഒരു 10-10:30 വരെ കിടന്നുറങ്ങി കേട്ടോ. ഉസ്മാൻ ലീവാകുമ്പോൾ ഞാൻ കുറേ നേരം കിടന്നുറങ്ങും കേട്ടോ. അത് വേറെ കാര്യം. പിന്നെ അതേ അടുക്കളയിലേക്ക് വന്ന് നോക്കിയപ്പോൾ മമ്മി ഉപ്പുമാവൊക്കെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഞാൻ വേഗം ചായ ഉണ്ടാക്കി. നമ്മൾ ഊട്ടി പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ വാങ്ങിയിട്ടുള്ള മസാല ടീൻ്റെ ചായപ്പൊടി ഉണ്ടായിരുന്നു ഗൈസ്. അത് വെച്ചിട്ട് ചായ ഉണ്ടാക്കി. നല്ല ടേസ്റ്റ് ആട്ടോ. ഈ ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചോക്ലേറ്റ് ടീയും അതേപോലെ മസാല ടീയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കുമ്പോൾ ഉസ്മാൻ എണീറ്റിട്ടുണ്ട്. ബാത്റൂമിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ ചായയൊക്കെ എടുത്ത് വെച്ചു. മമ്മി ഓൾറെഡി ചായ കുടിച്ചു കേട്ടോ. നമ്മൾ നേരം വൈകുന്നതുകൊണ്ട് മമ്മി വേഗം കുടിച്ചു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഇതാ അവിടെ ഉസ്മാൻ ഇതാ സെറ്റായി റെഡി ആവാണ്. എങ്ങോട്ടേക്കാന്ന് വെച്ചാൽ ഉസ്മാൻ ഒന്ന് പുറത്ത് പോയിട്ട് ചിക്കനൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ചിക്കനൊക്കെ വാങ്ങിയൊക്കെ ഇതാ നമ്മളൊരു ചെറിയൊരു ബിരിയാണി പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫോട്ടോഷൂട്ടിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാണ്. ഞാൻ ഓൾറെഡി റെഡി ആയിട്ടുണ്ടായിരുന്നു. ഉസ്മാൻ റെഡി ആയിട്ടില്ല. സ്വാഭാവികം അങ്ങനെയാണല്ലോ. നമ്മൾ മാറ്റിക്കഴിഞ്ഞാലാണല്ലോ അവർ മാറ്റാൻ വേണ്ടി തുടങ്ങുക. അങ്ങനെ മാറ്റിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിച്ചു. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഉസ്മാൻ ഉണ്ടാകുമ്പോൾ ബിരിയാണി വെക്കാറുണ്ട് കേട്ടോ. ഉസ്മാൻ ഉണ്ടാകുമ്പോൾ എന്നല്ല, ലീവ് ഉണ്ടാകുമ്പോൾ ബിരിയാണി വെക്കാറുണ്ട്. മറ്റേത് ഞാനും മമ്മിയും മാത്രം ഉണ്ടാകുമ്പോൾ നമ്മളങ്ങനെ ബിരിയാണി ഒന്നും വെക്കാറില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഉസ്മാനെ സെറ്റായി. നമ്മൾ നേരെ പോയി എങ്ങോട്ട് ബ്രൈഡൽ മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം മാരിയാണ് കേട്ടോ നമ്മളെ മേക്ക് ഓവർ ചെയ്യുന്നത്. ചിലപ്പോൾ ഈ ഒരു വീഡിയോയിൽ എൻ്റെ സൗണ്ടിന് എന്തോ പ്രശ്നമുള്ള പോലെ തോന്നും. സൗണ്ടിന് ഫുൾ പ്രശ്നമാണ് കേസ്. എനിക്ക് പനി പിടിച്ചിരിക്കുകയാണ്. അത് വേറെ കാര്യം. മേക്ക് ഓവറും മേക്കപ്പും അതേപോലെ ഫോട്ടോഷൂട്ടൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഒന്ന് പഞ്ചറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഉഷാറില്ലായ്മ നിങ്ങൾക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു 2-3 മണിക്കൂറിന് ശേഷം 3 മണിക്കൂറാന്ന് തോന്നുന്നു. എനിക്ക് ഏകദേശം ഓർമ്മയില്ല. ഏകദേശം 3 മണിക്കൂറായിരിക്കണം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മളെ ലാസ്റ്റ് ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഞാൻ ടാറ്റ ബൈ ബൈ സി യു ഒക്കെ പറഞ്ഞു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഈ കാറിൽ കയറുന്നൊക്കെ ഭയങ്കര ടാസ്ക്കാണ്. ഈ ലെഹങ്കയൊക്കെ ഒരവസ്ഥയായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെരണി പാർക്കിലേക്കാട്ടോ പോയത്. അവിടെ നിന്നായിരുന്നു നമുക്ക് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ. അപ്പം കഷ്ടപ്പെട്ട് കാറിൽ ഇരുന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ ഈ ലെഹങ്കയൊക്കെ കാറിൻ്റെ ഉള്ളിലേക്ക് കുത്തി വെക്കാൻ ഭയങ്കര ടാസ്ക്കാണ്. അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അങ്ങനെ നമ്മളിത് ചെരണി പാർക്കിലെത്തി. അപ്പം നമ്മൾ ഫോട്ടോഗ്രാഫർ അവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങി. കുറേ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുത്തു. ഇത് ഞാൻ ഓൾറെഡി ഒരു മിനി വ്ളോഗ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ചടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവാട്ടോ. അത് വേറെ കാര്യം. അങ്ങനെ അത് കഴിഞ്ഞ് ഇതാ കണ്ടോ കുത്തി കയറ്റുന്നതാണ്. ലെഹങ്ക ഉള്ളിലേക്ക് കുത്തി കയറ്റി ഡോർ അടക്കുന്ന ഭാഗമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞു. നമ്മൾ ഇറങ്ങുമ്പോഴേക്കും നല്ല നേരം വൈകിട്ട് നമ്മൾ വിചാരിച്ചു പെട്ടെന്ന് കഴിയുമെന്ന്. നമുക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലല്ലോ. ഫസ്റ്റത്താണല്ലോ. അപ്പം നല്ല നേരം വൈകി. അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ നേരെ ഡ്രസ്സൊക്കെ അയച്ചിട്ട് നമ്മളെന്ത് കുടിക്കാന്ന് വിചാരിച്ച് ഒരു കൂൾ ബാറിൽ പോയി. അങ്ങനെ കുടിക്കലും കഴിക്കലും ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. മൊത്തത്തിൽ എന്താ പറയുക, മൊത്തത്തിൽ ടയേർഡായിട്ടുണ്ട്. തലയൊക്കെ പെരുത്തിട്ടുണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഉസ്മാന്റെ കാര്യം അതേപോലെ തന്നെയാണ് കേട്ടോ. അപ്പം എന്തായാലും ഇത്രയുള്ള വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പം ടാറ്റ ബൈ ബൈ സി യു.